വിവാദ നൃത്ത പരിപാടിയുടെ മറവിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസും. മൃദംഗ വിഷൻ MD M നികോഷ് കുമാറിനെ ചോദ്യം ചെയ്ത സംഘം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കുന്നുമുണ്ട്. ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റ് ഉടമ തൃശൂർ പൂത്തോൾ സ്വദേശി PS ജനീഷിനെ അറസ്റ്റ് ചെയ്യാനും നീക്കം ആരംഭിച്ചു. കലൂർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുള്ള മെഗാ ഭരതനാട്യത്തിനായി വൻതോതിൽ ധനസമാഹരണം നടത്തിയ സംഘാടകരുടെ സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമായിരുന്നോ എന്ന് വ്യക്തമല്ല. സംഘാടകർ അവകാശപ്പെടുന്നതിനേക്കാൾ വലിയ പിരിവെടുത്തതായാണ് കരുതുന്നത്. കളക്ഷൻ രേഖകൾ സമർപ്പിച്ച് നികുതി അടക്കുന്നതിന് 7 മാസത്തോളം കാലാവധിയുണ്ട്. എന്നാൽ കൃത്രിമ കണക്കുകൾ ഹാജരാക്കാനുള്ള സാധ്യതയുള്ളതിനാൽ ടിക്കറ്റ് എണ്ണത്തിലുള്ള കളക്ഷൻ വിവരങ്ങളും ശേഖരിക്കും. 11,600 നർത്തകരിൽ നിന്നായി 3,600 രൂപ വീതം കൈപ്പറ്റിയെന്നായിരുന്നു പരാതി. ഇതുപ്രകാരം മാത്രം 4,4 കോടി രൂപ സംഘാടകർക്ക് ലഭിച്ചിട്ടുണ്ട്. 2,900 രൂപയാണ് ഒരാളിൽ നിന്ന് വാങ്ങിയതെന്നും 2 പട്ടുസാരി, ലഘുഭക്ഷണം എന്നിവ ഉൾപ്പെടുത്തിയായിരുന്നു ഈ തുക വാങ്ങിയതെന്നുമായിരുന്നു മൃദംഗ വിഷൻ MD നികോഷ് കുമാർ വിശദീകരിച്ചത്. ഇത് പ്രകാരവും 3,5 കോടി രൂപ കളക്ഷൻ ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച്